നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 13-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 30-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര ദോഷ നക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. അതേപോലെ ഇന്നത്തെ ദിവസവും ദോഷപ്രദമായ ദിവസമല്ല. ഞായറാഴ്ച സൂര്യഭഗവാന്റെ ദിവസമാണ്. ആദിത്യൻ്റെ ദിവസമാണ് ഞായറാഴ്ച. നക്ഷത്രദേവനാണ് സൂര്യൻ, പ്രപഞ്ചനാഥനുമാണ് സൂര്യൻ. അപ്പോൾ സൂര്യൻ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. സൂര്യൻ്റെ ദിവസം അത്രയ്ക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ ഓരോ ശുഭകാര്യങ്ങൾക്ക് പോകാനും ആരെങ്കിലുമൊക്കെ കാണാനും അതുപോലെ യാത്രകൾ ചെയ്യാനും ബന്ധമിത്രാദികളുമായി സഹകരിക്കാനും ഒക്കെ കൊള്ളാവുന്ന ഒരു ദിവസം തന്നെയാണ്. മീനന മാസത്തിലെ ചിത്ര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ. വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ ചിന്തിക്കണേ. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും. അതുപോലെ പ്രശസ്തി ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വളരെ പ്രശസ്തി കിട്ടത്തക്ക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, കലാകാരന്മാർ ഒക്കെ, കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. കുറച്ച് ടെൻഷനിലൂടെ കാര്യങ്ങൾ പോകുമെന്ന് മാത്രം. കാര്യങ്ങൾ അത്ര കണ്ട് സ്മൂത്തായി പോകത്തില്ല. ചെറിയ ചെറിയ ടെൻഷനും അസ്വസ്ഥതയും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ കാര്യമാണ് പറഞ്ഞ ഈ ഒരു വർഷത്തെ ഫലം. ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇറങ്ങണം. യാത്രയ്ക്ക് മാത്രമാണ് രാഹുവിന് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ രാഹുവിനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണം. രാഹു 4:30 മുതൽ 6 മണി വരെയാണ് രാഹുകാലം എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 5 മണി മുതൽ 6:30 വരെയാണ് രാഹുകാല സമയം. ഈ സമയം ഒരു ശുഭയാത്രയ്ക്ക് നല്ലതല്ല. പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുന്ന ദിവസമാണ്, അവധി ദിവസമായതുകൊണ്ട് ഇന്ന്. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ച് നമ്മളിന്ന് യാത്രയ്ക്കൊക്കെ ഇറങ്ങണം. കാരണം വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. രാഹുകാല സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ പോകുന്ന കാര്യങ്ങൾ അത്ര കണ്ട് ഭംഗിയാകാതെ വരും. നമ്മളെ ചുറ്റിക്കും, നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കും, നമ്മൾ പോകുന്നതിൻ്റെ വിപരീത ഫലം വരും. അതുപോലെ ഒരു കാര്യങ്ങൾക്ക് കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 3:28 തൊട്ട് 5 മണി വരെയും യമകണ്ഠകാല സമയം വരുന്നത് 12:25 തൊട്ട് 1:57 വരെയും. ഈ സമയമായിട്ട് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. പ്രപഞ്ചത്തിൽ തന്നെ ഈ 2 പേർക്കായിട്ട് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന കാലഘട്ടമാണ്. ഈ സമയത്ത് നമ്മൾ ഒരു കാര്യങ്ങളിലും സുപ്രധാനമായി ഇടപെടരുത്. അതുപോലെ എല്ലാ ദിവസവും ഉണ്ട് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:01 തൊട്ട് 12:49 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. ഇന്നല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. റോസ് കളറോ ചുവപ്പ് മിക്സായിട്ടുള്ള കളറോ താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ റെഡ് മിക്സായിട്ടുള്ള കളറോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ചുടുകളിൻ്റെ കളറൊക്കെ യൂസ് ചെയ്യാം. കാരണം കളറ് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ, സൂര്യകിരണങ്ങളെ പോസിറ്റീവായിട്ട് ബോഡിയിലേക്ക് കയറ്റിവിടുകയും നമുക്ക് അത്രയ്ക്ക് ഉന്മേഷവും ഉണർവും ഐശ്വര്യവും പ്രദാനം ചെയ്യുകയും ചെയ്യും സൂര്യൻ്റെ കിരണം കൊണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും
നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.